ഹലോ ഫ്രണ്ട്സ്, അഖിലേ ലേറ്റസ്റ്റ് റിവ്യൂ. കാളകൂട വിഷസർപ്പമായ അംബിക രുക്മിണിയുടെ തലയിൽ നിന്നും ശ്രീലക്ഷ്മിയെ ഒഴിച്ചുവിടാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത ഐഡിയ പ്രകാരം രുക്മിണി മകൻ ഹരീഷിനെയും കൊണ്ട് അംബിക പറഞ്ഞ് ഏർപ്പാടാക്കിയ ജ്യോത്സ്യൻ്റെ അടുത്ത് പോയിരിക്കുവാണ്. അംബികയും രുക്മിണിയും നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ആ ജ്യോത്സ്യ പെണ്ണുമ്പിള്ള പറയുന്നുണ്ട്. പക്ഷെ ഹരീഷ് ഇപ്പോഴതൊന്നും വിശ്വസിക്കുന്നില്ല. ശ്രീലക്ഷ്മി എത്രയും പെട്ടെന്ന് അവൻ്റെ തലയെന്ന് ഒഴിച്ചു വിടണമെന്നാണ് പറയുന്നത്. ശ്രീലക്ഷ്മിക്ക് മക്കളുണ്ടാകത്തില്ലെന്നും അഥവാ മക്കളുണ്ടായ കുട്ടികൾ മരിച്ചു പോകുമെന്നൊക്കെയാണ് ആ ജ്യോത്സ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഹരീഷിൻ്റെ മനസ്സിൽ അല്പം വിഷമൊക്കെ കോരി നിറച്ചു തണ്ട് രുക്മിണി വരുന്നുണ്ട് വീട്ടിലോട്ട്. ഈ സമയത്താണെങ്കിൽ ശ്രീലക്ഷ്മി ഇങ്ങനെ സങ്കടത്തോടെ ആ സോഫയിൽ ഇരിക്കുവാണ്. ആ അമ്മയും മകനും വരുന്ന കണ്ടുകൊണ്ട് ശ്രീലക്ഷ്മി പെട്ടെന്ന് എഴുന്നേറ്റ് ചെന്നിട്ട് ചോദിക്കും, അല്ല നിങ്ങളിത് എവിടെ പോയതാ? എവിടെ പോയാലും ഒന്ന് പറഞ്ഞിട്ട് പോകാൻ വയ്യേ? ഉടനെ ഹരീഷ് പറഞ്ഞു, അത് നിന്റെ കാര്യത്തിനു വേണ്ടി ഞങ്ങളൊന്ന് പുറത്തു പോയതാ. എൻ്റെ കാര്യത്തിനോ? അതേ ശ്രീ, ഒരു ജ്യോത്സ്യനെ കാണാൻ പോയതാ, നിന്റെ ജാതകം ഒന്ന് നോക്കാൻ. അതിന് ഹരീഷ, എൻ്റെ ജാതകത്തിൽ എന്താ കുഴപ്പം? അതിന് കുഴപ്പമൊന്നുമില്ല ശ്രീ. പെട്ടെന്ന് രുക്മിണി, എന്താണാ പറയുന്നത്? കുഴപ്പമൊന്നും ഇല്ലെന്നോ? നിന്റെ പേരിൽ മാത്രമേ ഉള്ളൂ ശ്രീ, ബാക്കി മൊത്തം അശ്രീകരമാ. രുക്മിണിയുടെ തനി സ്വഭാവം എടുക്കാൻ തുടങ്ങി. അയ്യോ അമ്മ, അങ്ങനെ പറയാതെ എന്നിങ്ങനെ ഹരീഷ് പറയുമ്പോൾ നീ അവിടെ മിണ്ടാതിരിക്കട്ടെ. എടി, നീ എൻ്റെ മകൻ്റെ തലയിൽ എന്ന് ചേർന്നോ അന്ന് തുടങ്ങിയതാ എൻ്റെ കുടുംബത്തിൻ്റെ അധപ്പതനം. പെട്ടെന്ന് രുക്മിണിയിലുണ്ടായ ഭാവമാറ്റം കണ്ടിട്ട് വിശ്വസിക്കാനാതെ സങ്കടത്തോടെ ഹരീഷേ എന്നിങ്ങനെ ശ്രീ വിളിക്കുക. നീ ഒന്നും വിഷമിക്കേണ്ട ശ്രീ, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അമ്മ ചുമ്മാതെ പറയുന്നതാ. നീ എന്താ പാടാ പറയുന്നത്? ചുമ്മാതെ പറയുവാണെന്നോ? അവരെ സാധാരണയാളെന്നോ അല്ല, ഡോക്ടറേറ്റ് എടുത്തോ അല്ല, പ്രൊഫസറും കൂടാ. അവരെന്താ ചുമ്മാതെ കള്ളം പറയുവാണെന്ന് നീ കരുതിയോ? അയ്യോ, എന്തൊക്കെയാ ഹരീഷ ഞാൻ ഈ കേൾക്കുന്നത്? ഒന്നുമില്ല ശ്രീ, അവർ പറയുന്നതൊക്കെ എന്താ നേരാവുമോ? നേരാവാൻ ഇനി എന്താടാ ഇരിക്കുന്നത്? എല്ലാം പോയില്ലേ. എൻ്റെ ഭർത്താവാണെങ്കിൽ അലഞ്ഞ് തിരിഞ്ഞ് എവിടെയൊക്കെയോ പോയി. എൻ്റെ മോള് രമ്യ അവളുടെ വഴിക്കും പോയി. എൻ്റെ കുടുംബം ആകപ്പാടെ തകർന്നു. ഇനി നിനക്ക് എൻ്റെ ചെറുക്കൻ്റെ തല കൂടെ തെറിക്കണം ഇല്ലേ? അതുകൂടെ കണ്ടിട്ട് നീ ഇവിടുന്ന് പോയാൽ മതിയടി. ഒരു കള്ളക്കണ്ണുനീരോടെ രുക്മിണി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ കുടുംബം അന്യാധീനപ്പെട്ടു പോയേ. ഈ വയ്യാവേലി കാരണം ഞങ്ങൾ ഇനി എന്തൊക്കെ അനുഭവിക്കണം എൻ്റെ ഭഗവാനെ. അമ്മായി അമ്മയുടെ ആ തനി ഗുണം കണ്ടപ്പോൾ ശ്രീലക്ഷ്മിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ശ്രീലക്ഷ്മി പൊട്ടിക്കരയുക. ഹരീഷ് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ശ്രീ, കരയാതെ, ഒന്നുമില്ല. സദാശിവൻ സാറും പ്രതാപ് വർമ്മയും ഫോണിൽ സംസാരിക്കുക. സദാശിവൻ സാറ് പറയുന്നു, എന്താ വർമ്മ സാർ ഈ പറയുന്നത്? അതൊന്നും സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കില്ല. അത് പിന്നെ ഞാൻ കേന്ദ്രമന്ത്രിയുടെ അംഗീകാരം വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്. മന്ത്രിയാകാൻ ഞാൻ തയ്യാറല്ല. ആഭ്യന്തരമന്ത്രി എന്നല്ല, ഭരണത്തിലേക്കേ ഞാനില്ല. മറ്റൊന്നും കൊണ്ടല്ല, പ്രസ്ഥാനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന എത്രയോ പേര്, വളരെയധികം കഴിവുള്ളവര്, അവര് വരട്ടെ. യുവാക്കൾക്ക് ഏറെ അവസരം കൊടുക്കണമല്ലോ സാറേ. അതല്ലേ നമ്മുടെ പ്രകടന പത്രികയിലുള്ളത്. അത് ശരിയാണ് പ്രതാപ. വളരെ സീനിയറായ ഞാൻ മാതൃക കാട്ടിയില്ലെങ്കിൽ പിന്നെ ആര് കാണിക്കും? എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ഉള്ളവരും അതുപോലെ പക്വതയുള്ള തീരുമാനം എടുക്കുന്നവരും വേണ്ടേ സാർ? അതിനൊക്കെ സദാശിവൻ സാറിനെ പോലുള്ളവരുണ്ടല്ലോ സാറേ. സാറിനുള്ള ഇമേജ് പൊൻകുന്നം സദാശിവനുണ്ടോ? പ്രതാപം പറയാ, സാറേ ഇമേജ് അല്ല, കഴിവാണ് പ്രധാനം. അത് മാത്രമല്ല, ഞാൻ ഇനി എത്ര കൊല്ലം ഇങ്ങനെ മന്ത്രിക്കസേര അള്ളിപ്പിടിച്ചോണ്ടിരിക്കും? എനിക്ക് തന്നെ ലജ്ജ തോന്നുക. അതുകൊണ്ട് സാറ് തന്നെ ആഭ്യന്തരം കൂടി കൈകാര്യം ചെയ്യണം. എൻ്റെ സ്ഥാനത്തേക്ക് മറ്റൊരു ചെറുപ്പക്കാരനെ പരിഗണിക്കണം. എന്നാ വർമ്മ സാറേ, സാർ ഒരു കാര്യം ചെയ്യും. സാറ് പാർട്ടി പ്രസിഡന്റായിട്ട് സ്ഥാനമെടുക്കുക. അതപ്പോഴല്ലേ, അപ്പോൾ നമുക്ക് നോക്കാം. ഓൾ ദി ബെസ്റ്റ് സാർ എന്നും പറഞ്ഞ് പ്രതാപൻ ഫോൺ കട്ട് ചെയ്യുവാണ്. പ്രതാപൻ ഇതൊക്കെ പറഞ്ഞത് കാറിൽ യാത്ര ചെയ്തുകൊണ്ടാണ്. എന്താണെന്നറിയില്ല, പ്രതാപൻ്റെ മുഖത്ത് വല്ലാത്ത നിരാശയുണ്ട്. അംബികയാണെങ്കിൽ അവിടെ കലിതുള്ളി നിൽക്കുക. ഹൃതിയോടും രാജുവിനോടും യാമിനിയോടും പറയാം, അങ്ങനെയൊന്നും അടങ്ങുന്നവളല്ല ഈ അംബിക. അതുകൊണ്ട് എന്തായാലും സത്യമെല്ലാം ഞാൻ പ്രതാപനോട് പറയും. യാമിനിക്കും ദേഷ്യം വരുന്നുണ്ട്. ഈ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കി ഇവിടെ ഉള്ളവരുടെ സമാധാനം കളയാനാണോ നിങ്ങളുടെ പ്ലാൻ? അതെ, കുടുംബത്തിൽ സമാധാനം നിലനിൽക്കണമെങ്കിൽ അത് എല്ലാവരും വിചാരിക്കണം. ഞാൻ മാത്രം വിചാരിച്ചാൽ പോരാ. ഇങ്ങനെ ഒരു കുടുംബം കെട്ടിപ്പടുത്തത് ഈ അംബികയുടെ കൂടെ അധ്വാനം കൊണ്ടാ. അതാരും മറക്കാൻ നിൽക്കണ്ട. ഋതിക പറയാം, പിന്നെ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്നതല്ലേ ഒരു അധ്വാനം. എടി ഋതിക, നീ എന്നെ വിളിച്ചോടി. 10 സെക്കൻഡ് കൊണ്ട് ഈ വീട് ഞാനൊരു തീപ്പൊരയാക്കി മാറ്റും. നീ അത് കൺകുളിർക്ക കണ്ടോടി. യാമിനി പറയാം, ദൈവത്തെ ഓർത്ത് നിങ്ങൾ പ്രതാപേട്ടനോടെല്ലാം വിളിച്ച് പറയല്ലേ. ഒരു യാത്ര കഴിഞ്ഞ് വരുന്നതാണ് പ്രതാപേട്ടൻ. ചെറിയമ്മേ, അവർ പറയട്ടെ. എന്തായാലും പത്മാവതി എൻ്റെ അമ്മയല്ലേ, അച്ഛൻ്റെ ഭാര്യയായിട്ട് വർഷങ്ങളോളം ജീവിച്ചവരല്ലേ. യാമിനി സങ്കടത്തോടെ, എന്നാലും ഋതുമോളെ, എന്തിനാ ചെറിയമ്മ ഇത്രയും പേടിക്കുന്നത്? ഇവര് തകർത്തത് കുടുംബജീവിതമാണ്, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ജീവിതം. സത്യവും നീതിയെല്ലാം നമ്മുടെ ഭാഗത്താണ്. അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട് സത്യമേ ജയിക്കുമെന്ന്. രാജുവിനും ആകെ ടെൻഷനാണ്. ഋതു വേണ്ട, വർമ്മ സാർ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റില്ല. എനിക്കും ടെൻഷനുണ്ട് രാജു. പക്ഷേ ഇതിനൊരു അന്ത്യം വേണമല്ലോ. അപ്പോഴാ സമയത്ത് പ്രതാപൻ എന്നാണ്ട് അങ്ങോട്ട് കയറി വരുവാണ്. എല്ലാവരുടെയും മുഖത്തൊരു ടെൻഷൻ ഉണ്ടെങ്കിലും പ്രതാപനെ നോക്കി ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്.
പ്രതാപൻ അവരെ കണ്ട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടാണൊക്കെ വരുന്നത്. പ്രതാപൻ അവരോട് ചോദിക്കുന്നു, അല്ല എല്ലാവരുടെയും യാത്രയൊക്കെ സന്തോഷമായിരുന്നു സാർ എന്നിങ്ങനെ രാജു പറയുവാണ്. ശേഖരൻ വന്നില്ലേ യാമിനി? ഇല്ല ചേട്ടാ, കമ്പനിയിൽ എന്തോ വർക്കിന്റെ തിരക്കുണ്ട്, അതുകൊണ്ട് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. ചേച്ചി, രാജുവിന്റെ വീട്ടിലെ ജീവനം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരോടും വളരെ സന്തോഷത്തോടെ അല്ലേ ചേച്ചി യാത്ര പറഞ്ഞു പിരിഞ്ഞത്? അതേ പ്രതാപ, എന്നാലും അത് കഷ്ടമായി പോയല്ലോ പ്രതാപ. എന്താ ചേച്ചി, നീ എന്തിനാ പ്രതാപ ആ ആഭ്യന്തര പദവി വേണ്ടാന്ന് വെച്ചത്? അധികാരത്തിലിരിക്കുന്ന നിന്നെ കാണാൻ ഈ ചേച്ചിക്ക് ഏറെ ഇഷ്ടം. ഈ സംസ്ഥാന ഭരണമേ എന്റെ മാത്രം കുത്തകയല്ല ചേച്ചി. അനേകം കഴിവുകളുള്ള യുവതലമുറകളുണ്ടല്ലോ, അവർക്ക് വേണ്ടി വഴിമാറി കൊടുക്കണം. അത് കൊടുത്തേ പറ്റൂ. അതാണ് അതിന്റെ ശരി. വലിയ റിയാക്ഷൻ ഒന്നുമില്ലാതെ ഹൃദയ നിൽക്കുന്ന കണ്ടോണ്ട് പ്രതാപൻ ചോദിക്കുന്നു, മോളെന്താ ഒരു ടെൻഷനോടെ നിൽക്കുന്നേ? ഒന്നുമില്ലച്ചാ. എടാ രാജു, നിനക്കോ? ഏയ് ഒന്നുമില്ല സാർ. ചേച്ചി ഒരു മൂഡ് ഓഫിലാണല്ലോ, എന്തു പറ്റി ചേച്ചി? എൻ്റെ മനസ്സ് തീരെ ശരിയല്ല പ്രതാപ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് തുറന്ന് സംസാരിക്കാനുണ്ട്. അംബിക ഓട്ടക്കണ്ണിട്ട് ഹൃതികയെ നോക്കിക്കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഉടനെ പ്രതാപം പറയാം, അതിനു മുമ്പ് വളരെ സന്തോഷകരമായ ഒരു വാർത്ത നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. മനസ്സിൽ നിന്നൊരു ഭാരം എനിക്ക് ഇറക്കി വെക്കണം. പെട്ടെന്ന് പ്രതാപന്റെ ഫോണിലോട്ടൊരു കോൾ വരുന്നുണ്ട്. അത് കണ്ട് വളരെ സന്തോഷത്തോടെ പ്രതാപൻ, എന്തൊരായസ, ഞാൻ പ്രതീക്ഷിച്ച ആളാണ് താണ്ടിപ്പോൾ വിളിക്കുന്നത്. സിസ്റ്റർ പവിത്രയാണ്. രാജുവും ഹൃതികയും യാമിനിയും അത് കേട്ടിങ്ങനെ ഞെട്ടുവാണ്. അംബികയെ ഒന്ന് ഞെട്ടുന്നുണ്ട്. ഹലോ സിസ്റ്റേഴ്സ്, നമസ്കാരം. സാറ് തിരിച്ചു വന്നോ സാറേ? ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. സിസ്റ്ററെ എപ്പോഴാണ് നേരിൽ കാണാൻ പറ്റുന്നേ? ഞാൻ ഇപ്പോഴങ്ങോട്ട് പുറപ്പെടുവാണ്. വെരി ഗുഡ്, എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ വെയിറ്റ് ചെയ്യാം. പ്രതാപൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന രാജുവിനോടും യാമിനിയോടും ഹൃതികയെ നോക്കിയിട്ട് പറയാം, ഞാൻ പല പ്രാവശ്യം വിളിച്ചിട്ടും അവർ വന്നില്ല. ദാണ്ട് അവരിപ്പോഴും ഇങ്ങോട്ട് വരുവാണ്. യാമിനി, ഇങ്ങോട്ട് നോക്കിക്കേ, എൻ്റെ ജീവൻ രക്ഷിച്ച സ്ത്രീയാണ് വരുന്നത്. അവരെ നന്നായിട്ട് നോക്കിക്കോണം. പറഞ്ഞത് കേട്ടല്ലോ. എനിക്ക് നല്ല യാത്രാക്ഷീണമുണ്ട്, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് പ്രതാപൻ അവിടെ നിന്ന് പോവുകയാണ്. അംബികയ്ക്കൊരു വെപ്രാളം. ദൈവമേ, എൻ്റെ കണക്കൂട്ടലുകളൊക്കെ തെറ്റുവോ? എന്നിട്ട് ഹൃതിയോട്, എടി നീ കേട്ടില്ലേ നിന്റെ അമ്മ ഇങ്ങോട്ട് വരുന്നെന്ന്? അതെ, വരട്ടെ. എന്തായാലും അമ്മ ഇങ്ങോട്ട് വരേണ്ടതാണല്ലോ. ഇതെന്റെ അമ്മയുടെ ഭർത്താവിന്റെ വീടല്ലേ, അതിനെ ഈ അംബിക സമ്മതിക്കില്ല. ഇനി നിങ്ങളെ വിചാരിച്ചാൽ ഒരു ചുക്കും നടക്കില്ല അംബിക. ഇത് എൻ്റെ പ്ലാനാണ്, എൻ്റെ ലക്ഷ്യമാണ്. എൻ്റെ അച്ഛനെയും അമ്മയും എന്നേക്കുമായി ഞാൻ ഒരുമിപ്പിക്കും. എല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടി നിങ്ങളെ തകർത്ത 2 ജീവിതം ഇന്നിവിടെ ഒരുമിപ്പിക്കും. അത് കണ്ടു നിൽക്കാൻ മനഃശക്തിയില്ലെങ്കിൽ പോയി സൂയിസൈഡ് ചെയ്യും അംബിക. അംബിക ചെറുതായിട്ടൊന്ന് വരണ്ടിട്ടുണ്ട്. പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച പോലെയാണ് പത്മയുടെ നിപ്പ്. സുജാത ചോദിക്കുന്നു, മേഡത്തിൻ്റെ ഉദ്ദേശം എന്തുവാ? എൻ്റെ ഉദ്ദേശം എൻ്റെ മോടെ സന്തോഷവും സമാധാനവും മാത്രമാണ്. അതാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ പ്രതാപേട്ടൻ്റെ മുന്നിലോട്ട് പോവുകയാണ്. രണ്ടിലൊന്ന് സംഭവിക്കും എന്നുള്ള പേടിയൊന്നും എനിക്കില്ല സുജാതെ. അതിൻ്റെ കാരണം രണ്ടിലൊന്ന് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞതാണ്. മേഡം പറയുന്നത് ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല സുജാതെ. പ്രതാപേട്ടൻ്റെ ജീവിതത്തിൽ നിലവിൽ ഞാനില്ല. അദ്ദേഹം എന്നെ ആട്ടി പുറത്താക്കിയതാ. പിന്നെ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? അതെ, ഈ ഡ്രാമ ഒന്ന് അവസാനിപ്പിക്കാൻ. പ്രതാപേട്ട, നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കൂട്ടുനിന്ന ആ പവിത്ര സിസ്റ്റർ ഞാനാണെന്നൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി. എനിക്ക് നിങ്ങളോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നെന്നൊന്ന് ഉറക്കെ വിളിച്ചു പറയാൻ. ഞാൻ നിങ്ങളെ ചതിച്ചിട്ടില്ല. എൻ്റെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഒരിക്കൽ കൂടി ഒന്ന് പറയാൻ. നമ്മളുടെ മകൾക്ക് നമ്മൾ 2 പേരും വേണം. അതുകൊണ്ടാണ് നിങ്ങൾ വിളിച്ചപ്പോൾ ഒരിക്കൽ കൂടി ഒന്ന് വരാമെന്ന് തോന്നിയത്. എന്തായാലും അംബികയെപ്പോലെ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയൊന്നുമില്ല. ഇനി കൊന്നാലും എനിക്ക് സന്തോഷമുള്ളൂ. പ്രാണനേക്കാൾ അധികം സ്നേഹിച്ച ഭർത്താവിൻ്റെ കൈകൊണ്ട് തന്നെ കൊല്ലപ്പെടുന്നത്, അതിൽ പരം വേറെ എനിക്ക് എന്താ സന്തോഷം വേണ്ടത്? പ്രാണവായു പോകുമ്പോഴും പ്രേമിച്ചവൻ്റെ മുഖം എനിക്ക് കാണാമല്ലോ. തെറ്റിദ്ധരിക്കപ്പെട്ടവരുടെ ലോകത്ത് എന്തിന് ജീവിച്ചിരിക്കണം സുജാതെ? ഈ വാടക വീട് എത്ര ഭംഗിയായി നമ്മൾ അലങ്കരിച്ചാലും ഇത് നമ്മുടെ സ്വന്തമാകില്ലല്ലോ. അതുപോലെ തന്നെയാ ചില മനുഷ്യബന്ധങ്ങളും. സ്വന്തമാണെന്ന് കരുതി നെഞ്ചിലേറ്റിയാലും അതൊരു താൽക്കാലിക നിഴല് മാത്രമാണ്. അത് കാലം നമുക്ക് പഠിപ്പിച്ചു തരും സുജാതെ. പഠിക്കാൻ ഇനി ഒരു പാഠം കൂടി ബാക്കിയുണ്ട്. അതുകൊണ്ട് ഞാൻ പോകും. യാമിനിയും രാജുവും വളരെ ടെൻഷനില്ല. യാമിനി ചോദിക്കുന്ന, മോള് സത്യം പറ, ഇത് മോളും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള നാടകമാണോ? ഋതു, മേഡം ചോദിച്ച നീ കേട്ടില്ലേ? അമ്മ വരുന്നതേ ഋതുവിന്റെ അറിവോടുകൂടി ആണോന്ന്. അയ്യോ അല്ല. അല്ലയോ? പിന്നെ നീ എന്തിനാ അവരെ വെല്ലുവിളിച്ചത്? വേറൊരു നിവർത്തി ഇല്ലാതെ വന്നപ്പോൾ ഞാൻ അങ്ങനെ അംബികയോടങ്ങ് പറഞ്ഞു പോയതാ. എനിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് ഒരറിവുമില്ല. ഞാനും അമ്മയും കൂടി ഇക്കാര്യത്തെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ട് പോലുമില്ല. അയ്യോ രാജു, ഇതൊരു വലിയ വിഷയമാവുമല്ലോ. എന്തെങ്കിലും ഒന്ന് ചെയ്യ് രാജു. യാമിനിക്ക് സങ്കടം കൊണ്ട് വയ്യ. ഒരേ ഒരു വഴിയേ ഉള്ളൂ മേഡം. അമ്മ ഇങ്ങോട്ട് വരാൻ പാടില്ല. ഋതു, എളുപ്പം ഫോൺ എടുത്ത് അമ്മയെ വിളിച്ച് പറ അമ്മ ഇങ്ങോട്ട് വരണ്ടാന്ന്. മോളെ ഒന്ന് വേഗം വിളിക്കും മോളെ. ഈ സമയത്ത് സുജാത പറയാ, എത്ര വലിയ കോടീശ്വരിയാ, വലിയ കോലത്ത് ജനിച്ചതാ.
എന്നാലും പ്രേമിച്ച് കല്യാണം കഴിച്ചവനൊക്കെ ഇങ്ങനെ ചെയ്യൂ? ഏത് മന്ത്രിയായാലും എന്താ ചതിയൻ. ഈ സമയത്ത് പത്മാവതി വേഷമൊക്കെ അങ്ങോട്ട് മാറി സെറ്റ് സാരി നല്ല സുന്ദരിയായിട്ട് അങ്ങോട്ട് വരുവാണ്. അപ്പോഴങ്ങോട്ട് ഋതികയുടെ ഫോൺ പത്മാവതിക്ക് വരുന്നുണ്ട്. ആ ഫോൺ കോൾ നോക്കിയിട്ട് പത്മാവതി അങ്ങ് കട്ട് ചെയ്തു. അയ്യോ രാജു, അമ്മ ഫോൺ കട്ട് ചെയ്തു. യാമിനി പറയാം, മോളെ ചിലപ്പോൾ കൈതട്ടി കട്ടായതാണെങ്കിലോ, മോൾ ഒന്നുകൂടി ഒന്ന് വിളിച്ചേ. ഋതിക വീണ്ടും വിളിക്കുവാണ്. പത്മാവതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. സുജാത ചോദിക്കുന്ന, ആരാ മേഡം? മോളാ. അയ്യോ രാജു, അമ്മ ഇതാണ്ട് വീണ്ടും ഫോൺ കട്ട് ചെയ്തു. രാജു ഒന്ന് വിളിച്ച് പെട്ടെന്ന് പത്മേടത്തിയോട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. രാജുവും പത്മയെ വിളിക്കുന്നുണ്ട്. രാജുവിൻ്റെ ആ ഫോൺ കോൾ കണ്ടിട്ട് പത്മയെ കട്ട് ചെയ്യുവാണ്. അമ്മ മനഃപൂർവ്വം ഫോൺ കട്ട് ചെയ്യുവാണെന്ന് തോന്നുന്നല്ലോ. ഇനി എന്ത് ചെയ്യും രാജു? നമ്മൾ ചെറിയമ്മ ഒന്ന് വിളിച്ചു നോക്കിക്കേ. ചെറിയമ്മ ആയതുകൊണ്ട് അമ്മ ചിലപ്പോൾ ഫോൺ എടുക്കും. എന്തും വരട്ടെ സുജാതെ, ഞാൻ ഇറങ്ങുക എന്നും പറഞ്ഞ് പത്മ അവിടെ നിന്ന് ഇറങ്ങുക. അംബിക പേടിച്ചൊരിടത്ത് നിൽക്കുക. ദൈവമേ, അവൾ വരുമോ? ഇനി ഞാൻ ഉണ്ടാക്കിയ കള്ളക്കഥകളൊക്കെ അവളോട് പറയുമോ? അവരെല്ലാവരും ഒറ്റക്കയ്യ. അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രതാപനോട് സത്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞാലോ? സത്യം പുറത്ത് വരാതിരിക്കാൻ ഞാനാണ് ജഗനെ വെടിവെച്ച് കൊന്നതെന്നോട് അവർ പറഞ്ഞാലോ? എൻ്റെ ദൈവമേ, ഇതിനുള്ളൊരു പോംവഴി നീ എനിക്ക് പറഞ്ഞു തരണേ. അപ്പോൾ ഇതാണ്ട ഋതികയും യാമിനിയും കൂടെ അങ്ങോട്ട് അംബികയുടെ അടുത്തോട്ട് വരുക. രാജുവും വരുന്നുണ്ട്. യാമിനി അംബികയോട് പറയാം, പത്മേടത്തി ഇപ്പോൾ വരും. എന്താ നിങ്ങൾ തടയാൻ പോകുന്നില്ലേ? തടയാനോ? എന്തിന്? അത് ചേട്ടത്തി ഇങ്ങോട്ട് വന്നാലാ നിങ്ങൾ കെട്ടിച്ചമച്ച കഥകളൊക്കെ അവർ തുറന്നു പറയില്ലേ? അംബികയുടെ ആ ചൂളി നിപ്പ് കണ്ടിട്ട് ഋതിക പറയാ, അമ്മ മാത്രമല്ല പറയുന്നത്, ജഗനങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരോടും ഒന്നിച്ച് നിന്നങ്ങോട്ട് പറയും. ജഗന്നാഥനെങ്കിൽ ആ സത്യങ്ങളൊക്കെ വിളിച്ച് പറയാൻ ഒരുങ്ങുമ്പോഴേ വെടിവെച്ച ആ സീനുകളൊക്കെ പ്രതാപൻ സാറും കോടതിയിൽ വെച്ച് കണ്ടിട്ടുള്ളതാ. അങ്കിളിനെ കൊല്ലാൻ ശ്രമിച്ചത് നിങ്ങളാണെന്ന് ഞങ്ങൾ പറയും. അംബികയെ ഒന്നുകൂടെ ഒന്ന് ഭയപ്പെടുത്തണമല്ലോ. രാജു പറയാം, അത് സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഞങ്ങൾ ജഗന്നാഥൻ അങ്കിളിനെ ഒന്നുകൂടെ സാറിൻ്റെ അടുത്ത് കൊണ്ടുവരും. അവളിങ്ങോട്ട് വരട്ടടാ, പ്രതാപൻ അവളെ ചവിട്ടി പുറത്താക്കുന്നത് നിങ്ങൾക്കൂടെ കാണാം. ഋതിക പറയാം, അംബികയെ, അത് നിങ്ങളുടെ സ്വപ്നം മാത്രമാണ്. എത്ര നാളൊരു മനുഷ്യനെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും? അമ്മ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് നിന്ന് സത്യം അച്ഛനെ ബോധ്യപ്പെടുത്തും. അതിന് എൻ്റെ അനിയൻ പ്രതാപൻ കേട്ടിട്ട് വേണ്ടേ? അതിന് എൻ്റെ അച്ഛൻ ക്ഷമയോടെ തന്നെ നിന്ന് കേൾക്കും. അച്ഛനെ കേൾപ്പിക്കാനും അത് ബോധ്യപ്പെടുത്താനും ഞങ്ങൾക്കറിയാം. അതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? എൻ്റെ അച്ഛനെയും അമ്മയും ഞങ്ങൾക്ക് രക്ഷിച്ചെടുക്കണം. അത് ഞങ്ങളുടെ ആവശ്യമാണ്. യാമിനി പറയാം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, പത്മേടത്തി വരുന്ന നിങ്ങളൊന്ന് തടയി. വരുന്നവള് വരട്ടടി ഇങ്ങോട്ട്. എനിക്ക് ചിലതൊക്കെ പറയാനും പ്രവർത്തിക്കാനും ഉണ്ട്. ഇപ്പോഴീ മുറിക്കകത്തുനിന്ന് 3 പേരൊന്ന് ഇറങ്ങിക്കേ എന്നും പറഞ്ഞ് അവരിങ്ങനെ തള്ളി ഇറക്കുവാണ് അംബിക പുറത്തോട്ട്. അംബിക ആകെ വരണ്ട് നിൽക്കുക. എൻ്റെ ദൈവമേ, ഇതിനെതിരെ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇന്നാകെ തീരും. ഇനി എന്താ ദൈവമേ വേണ്ടത്? ഒരു കടൽക്കരയിൽ അംബിക ഏതോ ഒരു സ്ത്രീയോട് സംസാരിക്കുവാണ്. സത്യത്തിൽ ഞാൻ തന്ന ദാനമാണ് നിന്റെ ജീവിതം. എന്താ വാസ്തവല്ലേ? ഞാൻ ചെയ്തു തന്ന ഉപകാരത്തിലാണ് നിന്റെ കുടുംബം ഇന്ന് നിലനിൽക്കുന്നത്. നിന്റെ അപ്പൂപ്പനും കൂടപ്പുറപ്പുകളും ഒക്കെ ജീവിക്കുന്നത്. എന്താ അത് സത്യമല്ലേ? അതെ, സത്യമാണ്. നീ എൻ്റെ അടിമയും ഞാൻ നിന്റെ ഉടമയാണെങ്കിലും അങ്ങനെയൊന്നും ഞാൻ നിന്നെ ചൂഷണം ചെയ്യില്ല. പക്ഷെ ഞാൻ നിനക്ക് ചെയ്തു തന്ന ഈ ഉപകാരങ്ങൾക്കൊക്കെ പ്രത്യുപകാരമായി നീ എന്താ എനിക്ക് ചെയ്തു തരുന്നത്? അംബികേച്ചി എനിക്ക് ചെയ്തു തന്ന ഉപകാരങ്ങളൊന്നും എനിക്ക് മറക്കാൻ പറ്റുന്നതല്ല. ഒരു കാലത്ത് ഞാനത് മറക്കുകയില്ല. ആ കടപ്പാടിൻ്റെ പേരിൽ ഞാൻ ചേച്ചിക്ക് എന്ത് ചെയ്തു തരണമെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്തു തരും. അതെൻ്റെ വാക്കാണ്. അംബിക അങ്ങനെ ആ സ്ത്രീയിൽ നിന്നും വാക്ക് മേടിക്കുവാണ്. ഞാൻ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുമല്ല, പക്ഷേ എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യം വരും. അപ്പോൾ ഞാൻ നിന്നെ വിളിക്കും. ഇതെപ്പോഴോ നടന്ന ഒരു സംഭവം പെട്ടെന്ന് അംബിക ഓർത്തെടുത്തതാണ്. അംബികയ്ക്കൊരു വലിയ ആൻസർ കിട്ടിയപ്പോൾ യെസ്, അവളെ ഇറക്കാം. പത്മയുടെ എന്നേക്കുമുള്ള വരവിൻ്റെ അവസാനമായിട്ടിരിക്കട്ടത്. അംബിക അങ്ങനെ വലിയ സന്തോഷത്തിലാണ്. ഈ സമയം രാജുവും ഋതികയും യാമിനിയും കൂടെ ആകെ കൺഫ്യൂഷനിലാണ്. എൻ്റെ ദൈവമേ, ആ സ്ത്രീ ഇനി എന്തൊക്കെ കോലാഹലമാണോ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്? ഈ വീട് അവർ പൊളിച്ചെടുക്കും. പ്രതാപേട്ടനെ ചികിത്സിച്ചത് സിസ്റ്റർ പവിത്രയല്ല, പത്മേടത്തിയാണെന്ന് പ്രതാപേട്ടൻ തിരിച്ചറിയുമ്പോൾ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്തിട്ട് എൻ്റെ മനസ്സിൽ തീ പിടിക്കുക. ഇനി എന്താ രാജു നമ്മൾ ചെയ്യുന്നത്? മേഡം ഇങ്ങനെ പേടിക്കാതെ. ഇനി എന്ത് വന്നാലും അത് നേരിട്ടല്ലേ നമുക്ക് പറ്റൂ. വരട്ടെ, വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം. അപ്പോൾ വലിയ സന്തോഷത്തോടെ അംബിക മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അംബിക ഒരു കളിയാക്കലോടെ, യാമിനി, പ്രതാപൻ്റെ ജീവൻ രക്ഷിച്ച ദേവതയെപ്പോലൊരു സ്ത്രീയാ വരാൻ പോകുന്നത്. മാന്യമായി പെരുമാറണം. VIP പരിഗണന തന്നെ കൊടുക്കണം. നല്ലൊരു സ്വീകരണം തന്നെ കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ആ പവിത്ര സിസ്റ്ററിനെ അകത്തോട്ട് കയറ്റാൻ. അപ്പോൾ മുകളിൽ നിന്ന് പ്രതാപൻ ഇറങ്ങി വരുന്നുണ്ട്. അംബികയും രാജുവിനെ ഋതികയൊക്കെ ഒന്ന് പ്രതാപനെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. പ്രതാപനെ കണ്ടോണ്ട് അംബിക പറയാം, ആദ്യം ആരതി ഒഴിയണം. ബൊക്കയും മാലയൊക്കെ കൊടുത്തു വേണം അകത്തോട്ട് കയറ്റാൻ. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തിനാ ചേച്ചി? എന്നെ കാണാൻ വരുന്ന പ്രൈം മിനിസ്റ്ററും ഒന്നും അല്ല.
എൻ്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ച ഒരു ഹോം നേഴ്സാ. എന്താ പ്രതാപ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സിസ്റ്റർ പവിത്രയെ നിനക്കോ ഞങ്ങൾക്കോ അങ്ങനെ മറക്കാൻ പറ്റുമോ? അവരോട് നന്ദിയും കടപ്പാടും ഒക്കെ കാണിക്കണം. പ്രതാപൻ പറയാം, സിസ്റ്റർ പവിത്രയോട് നന്ദിയും കടപ്പാടും ഒക്കെ ഇല്ലെന്ന് ആരാ ചേച്ചിയോട് പറഞ്ഞത്? അതിനിങ്ങനൊരു പ്രഹസനവും പ്രകടനവും ഒന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞുള്ളൂ. അംബിക വീണ്ടും ഓട്ടക്കന്നിട്ട് രാജുവിനെ ഹൃതികയെ നോക്കിയിട്ട് ചില പ്രഹസനമൊക്കെ ആവശ്യമോ പ്രതാപ? അതൊക്കെ ഈ സോഷ്യൽ സെറ്റപ്പിൻ്റെ ഒരു ഭാഗമല്ലേ? അങ്ങനെയല്ലേ യാമിനി, അങ്ങനെയല്ലേ ഋതുമോളെ എന്ന് നോക്കി കളിയാക്കി ഒരു ചിരി ചിരിച്ചുകൊണ്ട്, മോനെ നീ മരിച്ചു ജീവിച്ചവന്, നിനക്ക് പുതുജീവൻ നൽകി രക്ഷിച്ചതും സിസ്റ്റർ പവിത്രയാ. അങ്ങനെയുള്ള ആ സിസ്റ്റർക്ക് ഒരു നല്ല സ്വീകരണം തന്നെ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രതാപൻ യാമിനിയെയും രാജുവിനെയും ഋതിയെയൊക്കെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. പ്രതാപൻ്റെ മുഖത്തും വലിയ സന്തോഷമില്ല. എന്തൊക്കെയോ പ്രതാപന് മനസ്സിലാക്കിയിട്ടാണോ എന്നും അറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, അംബിക ഇടപാട് ചെയ്തിരിക്കുന്ന ആ സ്ത്രീയാണോ ഇനി സിസ്റ്റർ പവിത്രയായിട്ട് അവിടെ വരുന്നത്? പ്രതാപൻ അത് വിശ്വസിക്കുമോ? രാജുവിൻ്റെയും ഋതിയുടെയും പ്രതികരണം എന്തായിരിക്കും? ആ സമയത്ത് തന്നെ പത്മാവതി അവിടെ കയറി വരുമോ എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.